Hi guys, welcome back to Car Garage. Car Garage എന്ന് വന്നിരിക്കുന്നത് രണ്ട് ക്രിസ്റ്റ നമ്മൾ ടൈപ്പ് 2 മോഡലിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ക്രിസ്റ്റയുടെ സീറ്റ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് ഫുള്ളായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇതിൻ്റെ എമൗണ്ടിന് കാര്യങ്ങളൊക്കെ ഫുൾ ഡീറ്റെയിൽ ചെയ്തിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ക്രിസ്റ്റയുടെ വീഡിയോ ആയിട്ടാണ് നമ്മൾ തുടങ്ങിയത്. പക്ഷേ നമ്മുടെ ഗാരേജിലേക്ക് ഇത് വേറെ ഒരു ക്രിസ്റ്റയും കൂടി വന്നിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട് ഫേസ് ലിഫ്റ്റിങ്ങും പിന്നെ അതിൽ DRL ഫോഗ്ലാമ ഫിറ്റ് ചെയ്യണം അല്ലേ, ആ ഒരു ഇതിൽ വന്നതാണ്. അപ്പോൾ ഈ ഒരു വണ്ടിക്കാണ് നമ്മൾ ഫുൾ വർക്ക് ഉള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ ആ ഒരു വണ്ടിയുടെ വീഡിയോയും കൂടി കാണിക്കാം കേട്ടോ. ഈ ഒരു ബമ്പറും അതേപോലെ തന്നെ ഈ ഒരു ബമ്പറും രണ്ട് വണ്ടി വന്നിരിക്കുന്നത് ഗാർനറ്റ് റെഡ് ആണ്. അതുകൊണ്ട് തന്നെ ഒറ്റ ഇതിൽ തന്നെ പെയിന്റിങ് തീർന്നിട്ടുണ്ട്. ഫ്രണ്ട് ബമ്പർ രണ്ടെണ്ണം, അതേപോലെ ഈ ഒരു വണ്ടിയുടെ ഫെൻഡറിന്മേയും പെയിന്റിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്രിസ്റ്റ ഈ ഒരു വണ്ടി നമ്മുടെ ഇന്റീരിയർ സൈഡ് നോക്കണമെങ്കിൽ നോർമൽ ടൈപ്പ് സീറ്റും കാര്യങ്ങളൊക്കെയാണ്. വല്ല നമ്മുടെ വിൻ സപ്പോർട്ടോ അല്ലെങ്കിൽ തൈ സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് നമ്മൾ ഫുള്ളായിട്ട് തന്നെ ക്രിസ്റ്റയുടെ തന്നെ സെറ്റ് ഓപ്ഷനിൽ വരുന്ന ആ കളറിൽ സെയിം ആ കളറിൽ സ്ലിങ്ക് എന്ന് പറഞ്ഞ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് ഫുള്ളായിട്ട് തന്നെ ഈ ഒരു കട്ടിങ് കാര്യങ്ങളൊക്കെ ആയിട്ട്, അതായത് തൈ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, വിൻ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, ഷോൾഡർ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ചെയ്തിട്ട് കംഫർട്ടബിൾ ആയിട്ട് ഇപ്പം നമ്മൾ 7 സീറ്റ് ഫസ്റ്റ് പറഞ്ഞിരുന്നു. 7 സീറ്റ് വാഹനങ്ങൾ എന്തിനാ നമ്മൾ ലോങ് ഡ്രൈവും കാര്യങ്ങളൊക്കെ പോകുമ്പോഴാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ എല്ലാവരും മിക്കവരും. അപ്പോൾ ഈ ലോങ് ഡ്രൈവിന് കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഇരുന്ന് പോകാനൊക്കെ ആയിട്ട് അതിന് സീറ്റിന് ഓൾട്രേഷൻ കാര്യങ്ങളൊക്കെ നിർബന്ധമാണ്. ചെറിയ രീതിയിലെങ്കിലും ചെയ്യണത് നല്ലതാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെ നമ്മളെ ഈ ഒരു വണ്ടിയുടെ സീറ്റ് നിങ്ങൾ നോക്കണമെങ്കിൽ കാണാം. നമ്മുടെ ഈ ഒരു വണ്ടിക്ക് നമ്മൾ ചെയ്തിരിക്കുന്ന സീറ്റ് സ്ലിങ്ക് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് വിൻസ് തയ്ച്ചപ്പെട്ടൊക്കെ വരുന്ന രീതിയിലുള്ള സീറ്റ് നമ്മൾ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സീറ്റ് നമ്മൾക്ക് സ്ലിങ്ക് മെറ്റീരിയൽ സ്ലിങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലവർ ലെതർ എന്നൊക്കെ പറഞ്ഞ സെയിൽ ചെയ്യുന്നതാണ്. ലെതർ അല്ല, എന്നാൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രീമിയം കാറ്റഗറി മെറ്റീരിയലാണ് സ്ലിങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ വിൻസ് തയ്ച്ചപ്പെട്ടൊക്കെ വരുന്ന രീതിയിൽ ഡോർ പാഡ്, ഗീർ, സ്റ്റീറിംഗ് വീല്. അപ്പോൾ സ്റ്റീറിംഗ് വീല് നമുക്ക് ഇതിൽ ചെയ്തിട്ടില്ല, നമ്മുടെ ഗീറിൻ്റെ ഇതിന് ചെയ്തിട്ടില്ല, കാരണം ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഗീറിനൊപ്പം നമ്മൾ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. ചില വാഹനങ്ങൾക്ക് ഇപ്പോൾ ജി ഓപ്ഷൻ വാഹനങ്ങളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ സ്റ്റീറിംഗ് വീലും കാര്യങ്ങളും കൂടി ചെയ്യേണ്ടി വരും. അപ്പോൾ അതടക്കം നമുക്ക് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് 41,000 ആണ്, 41,000 രൂപയാണ് നമ്മൾക്ക് ആ ഒരു രീതിയിൽ നമ്മൾക്ക് സീറ്റ് ഈ ഒരു രീതിയിൽ സീറ്റ് വർക്ക് ക്രിസ്റ്റയ്ക്ക് ചെയ്യുമ്പോൾ വരുന്ന റേറ്റ് കേട്ടോ. അപ്പോൾ ഈ ഒരു റേറ്റ് ഇൻക്ലൂഡിങ് GST അടക്കം ചേർന്നിട്ടാണ് ഈ റേറ്റ് വരുന്നത് കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ഡോർ പാഡ് നോക്കണമെങ്കിൽ ഡോർ പാഡിൻ്റെ ആ ഏരിയ ഫുള്ളും നമ്മുടെ ഒരു പ്ലാസ്റ്റിക് ഫിനിഷിംഗ് ആയിരുന്നു. അപ്പോൾ അത് നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് നമ്മുടെ ആ കൈ വയ്ക്കുന്ന ആ ഒരു ഭാഗം കാര്യങ്ങളൊക്കെ ഈ ഒരു സെയിം സീറ്റ് മെറ്റീരിയൽ തന്നെ യൂസ് ചെയ്തിട്ട് ക്ലിയർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ CarJJ V2 2 ക്രിസ്റ്റയാണ് കേട്ടോ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം. നമ്മളിതിൽ റീപ്ലേസ് ചെയ്യുന്ന സാധനങ്ങളാണ് ഇതിൻ്റെ ഗ്രില്ല്, ഈ ഒരു ഫോഗ് ഇൻഡിക്കേറ്റർ ഉള്ളത്, ഇൻഡിക്കേറ്ററിൻ്റെ കവറ്,
അതേപോലെ തന്നെ ഇവിടെ ഒരു കവർ വരുന്നുണ്ട്, ഫോഗ് ലാമ്പിൻ്റെ കവർ, ഫോഗ് ലാമ്പ്, ടൊയോട്ടയുടെ ലോഗോ, കാര്യങ്ങളെല്ലാം റീപ്ലേസ് ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ ഇതിൻ്റെ ഈ ഒരു മുകൾ വശത്ത് വരുന്ന ഈ ഒരു ക്രോസ്, ഈ ഗ്രില്ലിൻ്റെ മുകളിൽ വരുന്ന ഈ ഒരു ക്രോസും റീപ്ലേസ് ചെയ്തിട്ടാണ് നമ്മുടെ ക്രിസ്റ്റ ടൈപ്പ് 2 കൺവേർട്ട് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫിറ്റിങ്സിനെ പറ്റി പറഞ്ഞതാണ്. പിന്നെ ഇതിൻ്റെ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കാം, എങ്ങനെയാണ് കമ്പനി വരുന്നത്, ആ രീതിയിലുള്ള ഫിനിഷിങ് കാര്യങ്ങളൊക്കെയാണ് ഓരോ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ഗ്രില്ലിൻ്റെ ഗ്യാപ്പായാലും കാര്യങ്ങളായാലും 2 ക്രിസ്റ്റയും ഗാർണറ്റഡ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്രിസ്റ്റയ്ക്ക് നമ്മളിത് ഇൻഡിക്കേറ്റർ മാത്രമാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ ഈ ഒരു ക്രിസ്റ്റയ്ക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് DRL വരാവുന്ന രീതിയിലുള്ള ഇൻഡിക്കേറ്റർ പ്ലസ് DRL പ്ലസ് ഫോഗ് ലാമ്പ് എന്നുള്ള രീതിയിൽ ആണ് ഇത് ഫിറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ ഒരു വണ്ടിയുടെ ബാക്ക് സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഫുള്ളായിട്ട് തന്നെ ഒരു ഡാർക്ക് എഡിഷനിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ടൈലൈറ്റും അതേപോലെ തന്നെ ഡിക്കിയുടെ ക്രോമും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു അതായത് ഗാർണറ്റഡാണ് കളർ. അപ്പോൾ ഗാർണറ്റഡ് മാച്ച് ചെയ്തിട്ട് തന്നെ ഒരു ഡാർക്ക് ഫീലിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് ഓൺ ചെയ്ത് നോക്കാം. ജസ്റ്റ് പാർക്ക് ഇട്ടടാ എടാ, പാർക്ക് ഈ രീതിയിൽ റണ്ണിങ് ചെയ്ത് പോവും. അത് കഴിഞ്ഞിട്ട് സ്റ്റേബിൾ ആവും. ബ്രേക്ക് ഔട്ട് ചെയ്യടാ, ബ്രേക്ക് ഈ രീതിയിൽ ഹാർഡായി കത്തും, ബ്രേക്ക് ഈ രീതിയിൽ ബ്രൈറ്റായിട്ട് കത്തും. അസാർ ഇട്ടടാ, അസാടെ ഒരു രീതിയിൽ ഫുള്ളായിട്ട് തന്നെ റണ്ണിങ് ചെയ്ത് കത്തും. താഴെ വരുന്ന ബമ്പർ റിഫ്ലക്ടറും നമ്മൾ ആ രീതിയിൽ നോർമൽ ബമ്പർ റിഫ്ലക്ടർ LED ടൈപ്പും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വണ്ടിക്ക് ഇതിനെ ടൈപ്പ് 2 കൺവേർട്ട് ചെയ്യാനായിട്ട്, അതായത് നമ്മുടെ ക്രിസ്റ്റ ടൈപ്പ് 1 മോഡലിനെ ടൈപ്പ് 2 കൺവേർട്ട് ചെയ്യാനായിട്ട് നമുക്ക് വന്ന ചാർജ്, അതായത് പെയിന്റിങ് അടക്കം സെറ്റിംഗ് അടക്കം കൂട്ടിയിട്ട് നമുക്ക് വന്ന ചാർജ് 24,500 റേറ്റ് വരുന്നത് കേട്ടോ. അതേപോലെ തന്നെ നിങ്ങൾ കണ്ട ആ ഒരു സീറ്റ് വർക്ക് സ്ലിങ്ക് എന്ന് പറഞ്ഞ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് പ്രീമിയം കാറ്റഗറി മെറ്റീരിയലാണ് സ്ലിങ്ക് എന്ന് പറയുന്നത്. നാപ്പേനെ അപേക്ഷിച്ചിട്ട് പ്രീമിയം കാറ്റഗറി മെറ്റീരിയലാണ് ഇപ്പോൾ സ്ലിങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് ഡോർ പേഡ് അതേപോലെ തന്നെ സീറ്റ് ആ ഒരു വിൻസ് തൈസപ്പെട്ട് വരുന്ന രീതിയിലുള്ള സീറ്റ് വർക്കൊക്കെ ചെയ്ത് അത് ഫുള്ളായിട്ട് വന്ന റേറ്റ് എന്ന് പറയുന്നത് 41,000 ആയിരുന്നു. 41,000 രൂപ ടോട്ടൽ റേറ്റ് വന്നു. അതേപോലെ തന്നെ ഫ്രണ്ടിൽ ചേഞ്ച് ചെയ്തിട്ടുള്ള ആ ഒരു DRL ലൈറ്റ്, നമ്മൾ ഇൻഡിക്കേറ്ററും പാർക്കും വരാവുന്ന രീതിയിലുള്ള ഒരു DRL ലൈറ്റ് നമ്മൾ ഒരു ഇന്നോവ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് വന്ന റേറ്റ് 3,500 രൂപയാണ്. അതേപോലെ തന്നെ ബാക്കിൽ നമ്മുടെ ടെയിലൈറ്റ് ഫുള്ളായിട്ട് ആ ഒരു സെറ്റ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വന്നത് 23,000 രൂപ ആ ഫുൾ സെറ്റിന് വേണ്ടിയിട്ട് റേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. സെറ്റിംഗ് അടക്കമുള്ള റേറ്റാണ് പറഞ്ഞത്. ഇത്രയൊക്കെ എമൗണ്ടാണ് നമ്മളൊരു ടൈപ്പ് 2 കൺവേർട്ട് ചെയ്യുമ്പോൾ വരുന്ന റേറ്റുകൾ. നോർമലായിട്ട് ടൈപ്പ് 1 ടൈപ്പ് 2 കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് 24,500 രൂപ, അതായത് ചേഞ്ച് ചെയ്യുന്ന പാർട്സ് പെയിൻറ്റ് ചെയ്യും സെറ്റിങ് ചെയ്ത് തരണേന് റേറ്റ് വരുള്ളൂ. പിന്നെ അഡീഷണൽ വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ വർക്കിനനുസരിച്ച് വർക്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ നമ്മുടെ ക്രിസ്റ്റ ടൈപ്പ് 2 കൺവേർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. അതേപോലെ തന്നെ വർക്കിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എത്ര എമൗണ്ട് ആവും എന്നുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് കേട്ടോ. ഇൻറ്റീരിയർ വർക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് വീഡിയോസൊക്കെ വരുന്നുണ്ട്.
അപ്പോൾ ചാനലൊക്കെ സബ്സ്ക്രൈബൊക്കെ ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം CarJJ ഓട്ടോമോട്ടീവ് എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജും ഉണ്ട്. അത് ആരെങ്കിലും ഫോളോ ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ അതും ഫോളോ ചെയ്യുക. അപ്പോൾ തുടർന്ന് നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരു വണ്ടി വന്നിടത്ത് പിന്നെ വീണ്ടും ഒരു ഗാർണിറ്റർ തന്നെ വന്നു. അങ്ങനെ 2 വണ്ടി നമ്മൾ ഫൈനൽ ചെയ്ത് ഫുള്ളായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തു. ഫസ്റ്റത്തെ വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീറ്റ് വർക്ക്, കൺവേർഷൻ, ബാക്ക് LED, ടൈലൈറ്റ്, അങ്ങനെ ഫുള്ളായിട്ടുള്ള വർക്ക് ഉണ്ടായിരുന്നു. ചെറിയ രീതിയിൽ വണ്ടി ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ക്ലിയർ ചെയ്തിട്ടുള്ളൊരു വർക്കായിരുന്നു. രണ്ടാമത് വന്ന വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട് മാത്രം കിറ്റ് കൺവേർട്ട് ചെയ്യുക, അതേപോലെ തന്നെ ആ ഒരു DR ലൈറ്റ് ഫിറ്റ് ചെയ്യുക എന്നുള്ള രീതിയിലായിരുന്നു രണ്ടാമത് വന്ന വണ്ടിയും. അപ്പോൾ അത് രണ്ടും നല്ല രീതിയിൽ തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ട് കസ്റ്റമർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ, കസ്റ്റമർ ഹാപ്പി ആയിട്ടാണ് ഇവിടെ നിന്ന് പോയതൊക്കെ. അപ്പോൾ ആ രീതി തന്നെ ഫുള്ളായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ തുടർന്ന് നല്ല നല്ല വീഡിയോസ് വരുന്നതാണ്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.